Please subscribe. ഹലോ ഗൈസ്, നമുക്കിന്നൊരു ജ്വല്ലറി ഓർഗനൈസർ ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ കയ്യിൽ ഷൂ ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോക്സ് ഉണ്ടോ? ആ ബോക്സ് എടുത്തുകൊണ്ട് വാ, നമുക്കിന്നൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. അതിൻ്റെ മുകളിലത്തെയും താഴത്തെയും കാർഡ്ബോർഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് റൂഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം ഗിഫ്റ്റ് റാപ്പറൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഗിഫ്റ്റ് റാപ്പർ തീർന്നു പോയതുകൊണ്ട് ഞാൻ പിന്നെ പെയിൻ്റ് അടിച്ച് വെച്ചു. പിന്നെ മുകളിലത്തെ ലെയർ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒരു വലിയ കാർഡ്ബോർഡ് വേണം. ആ കാർഡ്ബോർഡ് റൂഫിൻ്റെ അതേ വലിപ്പത്തിനുള്ള ഒരു കാർഡ്ബോർഡ് ആയിരിക്കണം. പിന്നെ മുമ്പിൽ ഒട്ടിക്കാൻ ഇപ്പം ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കുക. പിന്നെ നമുക്ക് എങ്ങനത്തെ റോയാണോ വേണ്ടത് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. വലുതും ചെറുതും എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അത് നമ്മൾ ഓർഗനൈസറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം നേരം നിൽക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാം എടുത്തു വെച്ചു. അപ്പോഴത്തേക്ക് അത് താഴ്ചാടി പൊട്ടി. പിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പിന്നെ ഒട്ടിച്ച് റെഡിയാക്കി. പിന്നെ അതിൻ്റെ മുകളിലേക്കൊന്നും വെക്കാൻ പോയില്ല, ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു സ്ട്രോ രണ്ടായിട്ട് നടുവേ മുറിച്ചിട്ട് കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡോറിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു 2 ഇത് നമ്മൾ വള ഇട്ട് വെക്കാനാണ്. ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന പണി കുറേ ദിവസങ്ങൾ കൊണ്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു സ്ട്രോ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചില്ലായിരുന്നു വളയിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു. അതാണെങ്കിൽ വെയിറ്റ് ഒന്നും താങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഞാനൊരു ഒരു കുഞ്ഞൊരു ബോട്ടിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ 2 അത് ഞാൻ എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചത്. അപ്പം അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങുന്നുണ്ട് അത്. അപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ 2 കൂടി ഒട്ടിച്ചു വെച്ചു. ഒരെണ്ണം എനിക്കും ഒരെണ്ണം പൊന്നുവിനായിട്ടാണ് ഒട്ടിച്ചു വെച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി കച്ചറയാവും. അതുകൊണ്ട് 2 കൂടി ഒട്ടിച്ചു വെച്ചു. പിന്നെ ഈ ഒരു താഴെ ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. താഴെ ഞാൻ വലിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്ലെയിനായിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ നേരത്തെ മുകളിലും താഴെയായിട്ട് ഒട്ടിച്ച സാധനം ഞാനിപ്പോൾ പാരലായിട്ട് ഒട്ടിച്ചു വെച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇങ്ങേ സൈഡിൽ ഇപ്പോൾ കാണിക്കുന്ന സൈഡിൽ ഞാനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അത് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കുപ്പി എടുക്കണം. ഒരു കുപ്പി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനോ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബണ്ണക്കില്ലേ അതൊക്കെ ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഓർഗനൈസർ സൈഡിലും വെച്ചു. പിന്നെ മാല വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങേ സൈഡിൽ കുറച്ച് മുത്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ഓർഗനൈസർ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാവർക്കും ബൈ.